അരുമേനിക്കില്ലെന്നു ഞാനേകനായി തീർന്നുവെന്നു മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഊഹാഭോഗങ്ങളിൽ പെട്ടുപോകരുത്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 42 മുതൽ 46 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കാണുന്നു. അവൻ 12 വയസ്സായപ്പോൾ പതിവ് പോലെ പള്ളിയിൽ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബാലനായ യേശുവിനെ മാതാപിതാക്കൾക്ക് മിസ്സാകുന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടല്ലേ. അമ്മയും അപ്പനും വിചാരിച്ചു സഹയാത്രികരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ അവർ ഊഹിച്ചിട്ട്, ചിന്തിച്ചിട്ട്, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ദിവസത്തെ വഴി ഇങ്ങി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. അപ്പോഴും ഊഹിച്ചു അവരുടെ കൂടെ ഉണ്ടാവുന്നു. കാണാതായപ്പോഴാണ് അവനെ അന്വേഷിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോവുകയും 3 നാളുകൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കളുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടത്. യേശു കൂടെയില്ലാതെ അവർ സഞ്ചരിച്ച ഒരു ദിവസത്തെ ദൂരം മടങ്ങി വരാൻ അവർക്ക് 3 ദിവസം എടുത്തു. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം തരുന്ന ഒരു ആത്മീയ ദർശനമുണ്ട്. പതിവ് പോലെ ജെറുസലേമിൽ പെരുന്നാളിന് പോയ യേശുവും മാതാപിതാക്കളും അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ യേശു അവരോടൊപ്പം ഇല്ല എന്ന് അറിഞ്ഞിരുന്നില്ലെന്ന്. ഒരു ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞപ്പോഴാണ് അവർക്കത് ബോധ്യപ്പെട്ടത്. ഉടനെ തന്നെ അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എങ്കിലും യേശുവിനെ കണ്ടെത്താൻ പിന്നീട് അവർക്ക് വേണ്ടി വന്നത് 3 ദിവസമാണ്. ഇന്നത്തെ കാലഘട്ടത്തെ ബന്ധപ്പെടുത്തി വചനഭാഗം ധ്യാനിക്കുമ്പോൾ യേശു കൂടെയുണ്ട് എന്ന ഊഹാഭോഗത്തോടെ യാത്ര ചെയ്യുന്ന അനേകരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കും. യേശു അവരുടെ കൂടെ ഇല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും ഏറെ ദൂരം അവർ സഞ്ചരിച്ചിരിക്കും. പിന്നീട് യേശുവിലേക്കുള്ള ഒരു മടങ്ങി വരവ് അല്ലെങ്കിൽ തിരിച്ചു വരവ് അത്ര എളുപ്പമായിരിക്കില്ല. ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. യേശു കൂടെ ഉണ്ടെന്നുള്ള ഊഹാഭോഗത്തിന്റെ പുറത്ത് സഞ്ചരിക്കേണ്ട യാത്രയല്ല ദൈവമക്കളുടെ വിശ്വാസ ജീവിതയാത്ര. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതം വെറും ഊഹത്തിന്റെ പുറത്ത് കെട്ടിപ്പടുക്കേണ്ടതുമല്ല. യേശു ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറയിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടേണ്ടതാണ് വിശ്വാസ ജീവിതം. എബ്രായ ലേഖനം 12:2 വായിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ വിശ്വാസയാത്ര. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസും സീലാസും തടവിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ച് രാത്രിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി, വാതിലുകളൊക്കെയും തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞുപോയി. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ഉണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തടവുകാർ ഓടിപ്പോയി എന്ന് ഊഹിച്ച് തന്റെ വാളൂര് തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോസ്തല പ്രവൃത്തി 16:27. എന്നാൽ തങ്ങൾ ഓടിപ്പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ, പൗലോസും സീലാസും വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാരാഗ്രഹ പ്രമാണി അത് അറിയുന്നത്. ആ ആത്മഹത്യയിൽ നിന്ന് കാരാഗ്രഹ പ്രമാണിയെ അവർ തടഞ്ഞു. അല്പം വൈകിപ്പോയിരുന്നെങ്കിൽ വെറും ഒരു ഊഹത്തിന്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്ത് കളയുമായിരുന്നു. ഇതിന് സമാനമായ എത്രയോ അനുഭവങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഊഹങ്ങൾ, തെറ്റിദ്ധാരണകൾ, അനുമാനങ്ങൾ, ഇതൊക്കെ കാരണമായി എത്ര ജീവിതങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്. ഉറപ്പില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ഊഹാങ്ങളുടെ പുറത്ത് ജീവിതത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരീക്ഷണത്തിന് തയ്യാറാകുവാൻ വിവേകമുള്ളവർ മുതിരില്ല. ഊഹം തെറ്റിദ്ധാരണയുണ്ടാക്കി, തെറ്റിദ്ധാരണ പിന്നീട് കോപം ജനിപ്പിക്കും, കോപം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കും. ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇന്ന് അനേകം ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദാരുണമായ സംഭവങ്ങൾ ഏറെയും ഈ ക്രമത്തിലാണ് നടന്നു പോകുന്നത്. ഊഹത്തിന് പുറത്ത് എടുത്തു ചാടി, അല്ലെങ്കിൽ ചിന്തിക്കാതെ എടുത്തു ചാടി, മറ്റൊന്നും ചിന്തിച്ച് എടുത്തു ചാടി ഓരോന്നും കാണിച്ചു കൂട്ടുന്നതിന്റെ ഫലമായിട്ട്
ജയിലുകളിൽ കിടന്ന ശിക്ഷാനാളുകൾ തള്ളി നീക്കുന്നവരുടെ എണ്ണം ഇന്ന് എത്രയോ കൂടുതലാണ്. അപ്പോസ്തല പ്രവർത്തികളിലെ 2-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ അവിടെ മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവർ പുറത്തു വന്ന് ദൈവജനത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുകയാണ്, ഇവർ ലഹരി പിടിച്ചവരെ പോലെ സംസാരിക്കുന്നു. അപ്പോഴാണ് അവിടെ തിരുത്തുന്നത്, ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല. പക്ഷെ അവർ ഊഹിച്ചത് എന്താണ്? അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടിട്ട് പോലും കാര്യമറിയാതെ ആളുകൾ ഓരോന്ന് ഊഹിച്ച് പറയുന്നത് കേട്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ വചനത്തിന് നേരെ തിരിയുന്നു. എന്നും ഇതുപോലെ കുറെ പേരുണ്ടല്ലേ, തങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ഊഹിച്ചെടുത്ത് പിന്നീട് അത് വളച്ചൊടിച്ച് നിരപരാധികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ. അത് മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളും വേദനകളും എത്ര അധികമാണെന്ന് ഇക്കൂട്ടർ ശ്രദ്ധിക്കാറില്ല. ഇത് തെറ്റ് ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടുന്നത് കൊണ്ട് ഇക്കൂട്ടർ അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു ഊഹത്തിന്റെ പേരിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. യേശു കൂടെ ഉണ്ടായിരിക്കും എന്ന ഊഹത്തിൽ ഒരു ദിവസം യാത്ര ചെയ്ത് അവിടുത്തെ മാതാപിതാക്കൾ ആ ദൂരം അത്രയും മടങ്ങി വന്ന് യേശുവിന്റെ അടുക്കലെത്താൻ 3 ദിവസം വേണ്ടി വന്നു എന്ന കാര്യം മറക്കരുത്. യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഊഹത്തിലല്ല, യേശു എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പോടെ നമ്മുടെ വിശ്വാസ യാത്ര മുന്നോട്ട് നീങ്ങാം. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. അഥവാ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഇതിൽ പരം എന്തുറപ്പാണ് നമുക്ക് വേണ്ടത്? കർത്താവിന്റെ സന്നദ്ധിയിൽ അടുത്ത് എന്നാൽ അവിടുന്ന് എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇനിയും ഊഹാഭോഗത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നത് മതിയാക്കി നമുക്ക് ദൈവം ദാനമായി തരുന്ന ഓരോ ദിവസവും നാം കർത്താവിന്റെ അടുക്കലാണ്, കർത്താവിന്റെ കൂടെയാണ് എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഉറപ്പിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നു മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ